വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ എന്ത് സംഭവിച്ചു എന്ന് വ്യക്തമാക്കുകയായിരുന്നു ആദ്യം കേണൽ സോഫിയ ഖുറേഷി, പിന്നീട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. അത് കഴിഞ്ഞാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞത്. കഴിഞ്ഞ രാത്രിയിൽ സംഭവിച്ച കാര്യങ്ങൾ അത് ശക്തമായ ആക്രമണവും പ്രകോപനവും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ്. ഏതാണ്ട് 200 അല്ലെങ്കിൽ 300-400 അടുത്ത് വരുന്ന പാക് ഡ്രോണുകളാണ് ഇന്ത്യൻ അതിർത്തി ലക്ഷ്യമാക്കി വന്നതെന്ന കാര്യം വിക്രം മിശ്രി സൂചിപ്പിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ അതിർത്തി പ്രദേശങ്ങളിലുടനീളം LOCയിൽ നിയന്ത്രണ രേഖയിലുടനീളം ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു പാകിസ്ഥാൻ എന്നുകൂടി വ്യക്തമാക്കുകയായിരുന്നു ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയ പ്രതിനിധികൾ. ഒപ്പം തന്നെ അതിൽ 36 ഇടങ്ങളിലാണ് രൂക്ഷമായ ആക്രമണം ഉണ്ടായതെന്നും പറയുന്നു. അതിനെല്ലാം പ്രതിരോധിക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുർക്കിയുടെ ഡ്രോണുകൾ, ഈ സോങ്കർ ഡ്രോണുകൾ അടക്കം ഉപയോഗിച്ചാണ് ഇന്നലത്തെ ആക്രമണമെന്നും വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. എസ് വിജയകുമാർ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിശദാംശങ്ങളുമായി. വിജയകുമാർ, ഈ ഉറി, പൂഞ്ച്, രജൌരി, അഖ്നൂർ, അതുപോലെ സന്ധാർ, ഉധംപൂർ ഈ ഇടങ്ങളിലൊക്കെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ ഈ ശക്തമായ ആക്രമണം, പാക് പ്രകോപനം ഉണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഇതെല്ലാം കൃത്യമായി ഈ പ്രതിരോധിച്ചു എന്ന് കൂടി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇന്നലെയൊന്നും ലഭിക്കാത്ത രീതിയിലുള്ള ചില കാഷ്വാലിറ്റിനെ കുറിച്ചും ഇന്നിപ്പോൾ വിക്രം മിശ്രി പറഞ്ഞു. വിദ്യാർത്ഥികളടക്കം കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ മറ്റൊരു സ്ത്രീ കൊല്ലപ്പെട്ട സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് കഴിഞ്ഞ രാത്രിയിലെ ആക്രമണത്തെക്കുറിച്ചും അതിന്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്? പ്രജിൻ, ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. കാരണം ഇന്നത്തെ വാർത്താ സമ്മേളനം യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായ അഗ്രഷന്റെ വിശദാംശങ്ങൾ വ്യക്തമാക്കുകയും ഒപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്ത്യ ലോകത്തോട് പറയുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ഇന്ത്യൻ എയർ സ്പേസ് മറികടക്കാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമം അത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. കാരണം ഇന്ത്യൻ മേഖലയിലേക്ക് ഡ്രോണുകൾ അയക്കുകയും ഇന്ത്യയുടെ 4 സൈനിക ബേസുകൾ ലക്ഷ്യമിടുകയും 36 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുകയും ആണ് പാകിസ്ഥാൻ ചെയ്തത്. അതിനായി തുർക്കി നിർമ്മിത ടർക്കിഷ് ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. 300 മുതൽ 400 ഡ്രോണുകൾ വരെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആ സമയത്ത് പാകിസ്ഥാൻ അവരുടെ സിവിലിയൻ വിമാനങ്ങളുടെ യാത്രയ്ക്ക് വേണ്ടി അവരുടെ എയർ സ്പേസ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു എയർ സ്പേസ് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം അതിനുശേഷമാണ് അതേ എയർ സ്പേസിലൂടെ ഇന്ത്യക്കെതിരെ ഇത്തരം ആക്രമണം അവർ നടത്തിയത്. ഈ നിലയിലുള്ള ആക്രമണം അവർ നടത്തിയത്, അതായത് അവിടുത്തെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സിവിലിയൻ വിമാനങ്ങളെ ഒരു ഷീൽഡാക്കി, ഒരു മറയാക്കി ഈ ആക്രമണം നടത്തുകയായിരുന്നു അവർ ചെയ്തത്. അപ്പോൾ ഈ ഡ്രോണുകൾ ഉപയോഗിച്ച് ഇങ്ങോട്ട് ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ, നമ്മുടെ എയർ സ്പേസ് ക്രോസ് ചെയ്യാൻ വരുമ്പോൾ, 4 സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ, 36 കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്യും. അങ്ങനെ റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ അവരുടെ എയർ സ്പേസിൽ വിമാനങ്ങളുണ്ടായിരുന്നു, സിവിലിയൻ വിമാനങ്ങളുണ്ടായിരുന്നു. അത് പലതും മിഡിൽ ഈസ്റ്റിലേക്ക് പറക്കുന്ന വിമാനങ്ങളായിരുന്നു, ദോഹയിലേക്കൊക്കെ പറക്കുന്ന വിമാനങ്ങളായിരുന്നു. അതാണ് അവർ വാർത്താ സമ്മേളനത്തിൽ ഉയർത്തിക്കാട്ടിയ ആ ചിത്രം. അത് ഈ പറയുന്ന സിവിൽ ഏവിയേഷൻ മന്ത്രാലയം ആ സമയത്ത് അവരുടെ എയർ സ്പേസിലുണ്ടായിരുന്ന വിമാനങ്ങളുടെ മാപ്പാണ്, ചിത്രങ്ങളാണ് ആ സമയത്ത് കാണിച്ചത്. എയർ ട്രാഫിക് കൺട്രോൾ ATC നൽകുന്നതാണ് അത്തരം വിവരങ്ങൾ. ആ ATC നൽകിയ വിവരമാണ് ആ വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവും നമ്മളുടെ ഡിഫൻസ് മിനിസ്ട്രിയിലെ 2 വനിതാ ഉദ്യോഗസ്ഥരും ഉയർത്തിക്കാട്ടിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സിവിലിയൻ വിമാനങ്ങളെ ഒരു മറയാക്കിയാണ് ഇന്ത്യയെ പാകിസ്ഥാൻ ഇന്നലെ ആക്രമിക്കാൻ ശ്രമിച്ചത്. അങ്ങനെ നമ്മൾ തിരിച്ചടിക്കുമ്പോൾ ഏതെങ്കിലും സിവിലിയൻ വിമാനത്തിന് ഡാമേജ് ഉണ്ടായാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യയുടെ മേൽ കെട്ടിവെക്കുകയും അങ്ങനെ ആഗോള സമൂഹത്തിൽ ഇന്ത്യയെ വീണ്ടും വിചാരണ ചെയ്യാൻ അവസരം ഒരുക്കുകയും ചെയ്യാനായിരുന്നു ഇന്നലെ ശ്രമിച്ചത്. പക്ഷേ അതിശക്തമായി ഇന്ത്യ അതിനെ മറികടക്കുകയും കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. പാകിസ്ഥാൻ ആർമിക്ക് കനത്ത നഷ്ടമുണ്ടാക്കിയെന്ന് മാത്രമേ അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വിദേശകാര്യ വക്താവും വിദേശകാര്യ സെക്രട്ടറിയും സൈനിക വക്താക്കളും പറഞ്ഞുള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും പറഞ്ഞില്ല. ഈ ആക്രമണങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കാനും ചെറുക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു. സംയമനത്തോടെ അതിനെ നേരിട്ടു എന്നാണ് വാർത്താ സമ്മേളനത്തിൽ എല്ലാ തവണയും പറയുന്ന പോലെ പാകിസ്ഥാൻ പറഞ്ഞതാണ്. അതായത് മതകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങൾ, ക്ഷേത്രങ്ങൾ ഇതൊന്നും പാകിസ്ഥാൻ ആക്രമിച്ചിട്ടില്ല എന്ന അവകാശവാദം കഴിഞ്ഞ കുറേ നാളുകളായി ഉയർത്തുന്നുണ്ട്. പക്ഷേ അതും പൊളിച്ചെടുക്കുകയാണ് ഇന്ത്യ. കഴിഞ്ഞ ദിവസം
ദിവസങ്ങളുണ്ടായ ആക്രമണത്തിൽ കൃത്യമായി ഈ പൂഞ്ചിലെ ഗുരുദ്വാര തകർത്തു. ഒപ്പം തന്നെ ഈ കോൺവെന്റുകൾക്കെതിരെയുള്ള നേരെയുള്ള ആക്രമണം, അവിടെ കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഈ ക്രൈസ്റ്റ് സ്കൂളിലെ കുട്ടികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം, ഇതെല്ലാം എണ്ണി പറയുകയായിരുന്നു. ഒപ്പം തന്നെ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നു. അങ്ങനെ മതകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ആരാധനാ കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കുന്നില്ല പാകിസ്ഥാൻ എന്ന പാകിസ്ഥാന്റെ വാദം, അതെല്ലാം കൃത്യമായ തെളിവോടുകൂടി പൊളിക്കുകയായിരുന്നു അല്ലേ? പ്രജിൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന സിവിൽ യാത്രാ വിമാനങ്ങളെ മറയാക്കി ഇന്നലെ പാകിസ്ഥാൻ നടത്തിയ ഒരു കുതന്ത്രം. ആ കുതന്ത്രമാണ്, അതിന്റെ തെളിവുകൾ അടക്കമാണ് ഇന്ത്യ പൊളിച്ചത്. അതാണ് വിക്രം മിശ്ര അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ അത് വിശദീകരിച്ചത്. അതിന്റെ തെളിവുകൾ ലോകത്തിന് കാണിക്കുകയും ചെയ്തു. ഇന്ത്യ തിരിച്ചടിക്കുന്നെങ്കിൽ ആ തിരിച്ചടിയിൽ ഏതെങ്കിലും വിദേശ രാജ്യത്തിന്റെ യാത്രാ വിമാനം തകർന്നാൽ അതിന്റെ പേരിൽ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും വിചാരണ ചെയ്യാൻ ലോകത്തിന് അവസരമൊരുക്കുകയും ചെയ്യുകയായിരുന്നു അവർ ചെയ്തത്. പക്ഷേ വളരെ സമർത്ഥമായി തന്നെ നമുക്കതിനെ നേരിടാൻ കഴിഞ്ഞു, അത് തിരിച്ചറിയാൻ കഴിഞ്ഞു, അതിനെ പ്രതിരോധിക്കാനും വിജയകരമായി പാകിസ്ഥാനെ ചെറുത്തു തോൽപ്പിക്കാനും കഴിഞ്ഞു. ഒന്ന്. രണ്ട്, പ്രജിൻ സൂചിപ്പിച്ചതുപോലെ മതപരമായ സ്ഥാപനങ്ങൾ പാകിസ്ഥാൻ ആക്രമിക്കുകയും അതിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യക്ക് മേൽ കെട്ടിവെക്കുകയും ഇന്ത്യ ഇവിടുത്തെ മൈനോറിറ്റീസിൻ്റെ സ്ഥാപനങ്ങൾ ആക്രമിക്കുന്നു എന്ന് ലോകത്തോട് പറഞ്ഞ് ഇന്ത്യക്ക് മേൽ അത്തരമൊരു ദുരാരോപണം ഉയർത്താനാണ് പാകിസ്ഥാൻ ദിവസങ്ങളായി ശ്രമിക്കുന്നതും. അതിൻ്റെ ഭാഗമായാണ് പൂഞ്ചിലെ ഗുരുദ്വാര പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് തകർന്നത്. എന്നിട്ട് ലോകത്തോട് ഇന്ത്യ ആ ഗുരുദ്വാര ആക്രമിച്ചു എന്ന തരത്തിലൊരു കഥ മെനയാനും പ്രചരിപ്പിക്കാനും ശ്രമിച്ചു. അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂൾ, ഒരു ക്രൈസ്റ്റ് സ്കൂള്, അതിൻ്റെ സമീപത്തേക്ക് ഷെല്ലുകൾ പതിച്ച് 2 കുട്ടികൾ അവിടെ മരിച്ചു. അപ്പോൾ ഒരു മൈനോറിറ്റി സ്ഥാപനമായ ഒരു ക്രിസ്ത്യൻ സ്കൂളും ഒരു സിഖ് ഗുരുദ്വാരയും തകർത്തത് പാകിസ്ഥാൻ അവരുടെ ഷെല്ലാക്രമണത്തിലാണ്. അപ്പോൾ ഇത് രണ്ടും ഞങ്ങളല്ല, ഇത് ഇന്ത്യൻ സേന ചെയ്തതാണ്, ന്യൂനപക്ഷങ്ങളോടുള്ള ഇന്ത്യയുടെ സമീപനം ഇതാണെന്നൊക്കെയുള്ള കഥ ലോകത്തോട് പറയാൻ വേണ്ടി പാകിസ്ഥാൻ പടച്ചുവിട്ടതായിരുന്നു. അതാണ് തെളിവുകൾ സഹിതം ഷെല്ലാക്രമണത്തിൻ്റെ വിവരങ്ങളടക്കം അതിൻ്റെ തീയതിയും സമയമടക്കം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ നമ്മളുടെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രശ്നങ്ങൾ ഉയർത്തി, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഉയർത്തി ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വർഗീയവൽക്കരിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ, അത് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യ ചെയ്തത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ യഥാർത്ഥത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഭീകരപ്രവർത്തനങ്ങൾ, അതിന് നടക്കുന്ന പിന്തുണ, അവരെ ഉപയോഗിച്ച് ഇന്ത്യയിൽ നടത്തുന്ന ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ, നിഷ്കളങ്കരായ നാട്ടുകാരെ ഇല്ലാതാക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ്. അതാണ് ഇന്ത്യ ഇപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതിനെതിരെയാണ് ഇന്ത്യ ആഗോള സമൂഹത്തിന് മുന്നിൽ ക്യാമ്പയിൻ നടത്തുന്നത്. വിജയകുമാർ, ചില ചോദ്യങ്ങൾക്ക് കൂടി വിക്രം മിശ്ര ഉത്തരം പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ പാക് നയതന്ത്ര ബന്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ കർത്താർപൂർ ഇടനാഴി. അതുവഴിയുള്ള സേവനങ്ങൾ ഇപ്പോഴുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല, അത്തരം സേവനങ്ങളെല്ലാം തന്നെ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ അത് നിർത്തിവെച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി വിക്രം മിശ്ര സൂചിപ്പിക്കുകയായിരുന്നു. അങ്ങനെ നിലപാട് പാകിസ്ഥാനെതിരെ കൃത്യമായി ഇന്ത്യ പറയുകയല്ലേ? കർത്താർപൂർ ഇടനാഴി യഥാർത്ഥത്തിൽ നമ്മൾ ഔദ്യോഗികമായി അടച്ചു എന്ന് ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷേ അതുവഴിയുള്ള സേവനങ്ങൾ എന്ന് വെച്ചാൽ ആ ഇടനാഴി വഴിയുള്ള മറ്റ് സേവനങ്ങൾ തൽക്കാലമില്ല. ഇതാണ് അതിൽ ഇന്ത്യയുടെ നിലപാട്. ആ ഇടനാഴി നമ്മൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്റർനാഷണൽ ബോർഡറിൽ കേന്ദ്രങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിലും ഈ കർത്താർപൂർ ഇടനാഴി അടച്ചു എന്ന് നമ്മൾ ഇതുവരെ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല. പക്ഷേ അതിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ നിയന്ത്രണങ്ങളുണ്ട്. അത് ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയാണ് ചെയ്തത്. മറ്റൊന്ന്, നമ്മൾ IMF-ൽ ഉപയോഗിക്കാൻ ഇക്കാര്യത്തിൽ നമ്മളുടെ നിലപാട്, പാകിസ്ഥാന്റെ ബെയിൽ ഔട്ട് പാക്കേജ് ഇന്ന് IMF ചർച്ച ചെയ്യുകയാണ്. അത് അനുവദിക്കാൻ പാടില്ല എന്ന നിലപാട് ഇന്ത്യ ശക്തമായി ഉന്നയിക്കും. അത് ഇന്ത്യൻ പ്രതിനിധി ഉന്നയിക്കും. കാരണം അത് ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു സഹായം നൽകുന്നത് ഭീകരതയെ പിന്തുണയ്ക്കുന്നതിന് തുല്യമാണ് എന്ന ഇന്ത്യയുടെ നിലപാട് അത് ഇന്നത്തെ യോഗത്തിൽ അറിയിക്കും എന്നുകൂടി വിക്രം മിശ്രി വ്യക്തമാക്കുന്നുണ്ട്. തെളിവുകൾ നിരത്തിയാണ് 2 വിഷയങ്ങൾ ഇന്ത്യ ഇന്ന് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. രണ്ടും കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പ്രജിൻ.